നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ റാലി തെന്മലയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. പുനലൂരിൽ സ്വീകരണം നൽകി. ദളിത് സമൂഹം സംഘടിച്ച് ശക്തരാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആദിവാസി സമരഭൂമിയിൽ നൂറുമേനി വിളവ് കൊയ്ത് കതിർമണിയുടെ മഹത്വം വിളിച്ചോതുന്നു അരിപ്പയിലെ ആദിവാസി സമരക്കാർ. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ റാലി തെന്മലയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ ചെയർപേഴ്സൺ ഗ്രേസി ജോണാണ് ജാഥ ക്യാപ്റ്റൻ. കൊല്ലത്ത് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥം ദീപശിഖ പ്രയാണം സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തെന്മല ഡാം ജംഗ്ഷനിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പുനലൂർ നഗരസഭാ അധ്യക്ഷ ഗ്രേസി ജോണിന് ദീപശിഖ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വള്ളംകളി വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്ന് എസ് ജയമോഹൻ പറഞ്ഞു. കൊല്ലത്തെ ഏതാനും സംഘടനയുള്ള വ്യക്തികളുടെ ആയി മാറിയാൽ പോരാ, ജില്ലയുടെ ആകെ ഒരു ഉത്സവമായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ തെന്മല ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇതിന്റെ സാധ്യതകൾ കൂടി തീരദേശ മേഖലയിലെ ജനങ്ങൾക്കും മറ്റും മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ലഭിച്ച ഒരു അവസരം എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. എല്ലാ വിഭാഗ ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു വലിയ ഉത്സവ പ്രകൃതിയാണ് കണ്ടുവരുന്നത്. പുനലൂർ തന്നെ നമ്മുടെ ചെയർപേഴ്സന്റെ നടന്ന ഫെസ്റ്റ് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കാൻ തന്നെ കഴിയുന്ന ഒന്നായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓണം കാലത്ത് ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ടത് മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ മേഖലയിലെയും സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ വേണ്ടി MLAയും പഞ്ചായത്ത് പ്രസിഡന്റും നമുക്കെല്ലാം കൂട്ടായി പരിശ്രമിച്ചാൽ കുറെ കൂടി വികസന സാധ്യതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. ചടങ്ങിന് പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയെ ചൊല്ലി ചില വിവാദങ്ങൾ ഉണ്ടായെന്നും അതുകൊണ്ട് താൻ വിട്ടുനിൽക്കേണ്ടി വന്നുവെന്നും എന്നാൽ ഇത്തവണ പരിപാടി ജനകീയമായ രീതിയിലാണെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ തലങ്ങളിലേക്ക് പരിപാടിയെ ഉയർത്തണമെന്നും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. പങ്കെടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, അതിനൊരു ജനാധിപത്യ സ്വഭാവം ഇതുവരെ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ആ പരിപാടി നല്ലതുപോലെ വിജയിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി തന്നെ വേണ്ട ഒത്താശകൾ ചെയ്യേണ്ടത് ചെയ്യാറുമുണ്ട്. എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ പരിപാടി നടന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ യഥാർത്ഥത്തിലുണ്ടായി. ആ വിവാദങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്രാവശ്യം പരമാവധി ജനകീയ സ്വഭാവം വീണ്ടെടുത്തുകൊണ്ട് നടത്തുന്ന പരിശ്രമത്തെ ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. തുടർന്ന് പുനലൂർ നഗരസഭാ അധ്യക്ഷ ഗ്രേസി ജോണിന്റെ നേതൃത്വത്തിൽ സെന്റ് ഗ്രേറ്റി സ്കൂളിലെ 21 അത്ലറ്റുകളാണ് ദീപശിഖ ഏന്തിയത്. ഈ വാഹനത്തിന് പിന്നാലെയായി കടന്നുകൊണ്ട് പിടിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. വെള്ളിയാഴ്ച നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ റാലിക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. വെള്ളിയാഴ്ച കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ റാലിക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. തെന്മല ഡാം ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ ക്യാപ്റ്റനായുള്ള റാലിക്കാണ് സ്വീകരണം നൽകിയത്. പുനലൂർ TB ജംഗ്ഷൻ നൽകിയ സ്വീകരണ സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ S ബിജു ഉദ്ഘാടനം ചെയ്തു. BP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് അനാസ്, D ദിനേശൻ, മിനി മധുകുമാർ, വസന്താരഞ്ജൻ, വിമല ഗുരുദാസ്, ടൈറ്റസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് ചെയർപേഴ്സൺ ഗ്രേസി ജോൺ നന്ദി പ്രകാശിപ്പിച്ചു. സ്വീകരിക്കുന്നു. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെടുത്തി കൊല്ലം ജില്ലയുടെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലിയുടെ പ്രയാണമാണ്. ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും എല്ലാവിധമായ പുനലൂർ നഗരസഭയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സ്വീകരണത്തിന് നന്ദി എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, പുനലൂർ.
ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വെഞ്ചേമ്പിൽ അന്നദാനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കൊല്ലം MP N പീതാംബരക്കുറുപ്പ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെഞ്ചേമ്പിൽ ഇന്ദിരാഗാന്ധി അനുസ്മരണവും സമൂഹ പ്രാർത്ഥനയും അന്നദാനവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം കൊല്ലം MP N പീതാംബരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആദ്യം വേണ്ടത് സാമ്പത്തിക വിപ്ലവമാണ്. സാമ്പത്തിക വിപ്ലവം എന്ന് പറഞ്ഞാൽ സമ്പന്നനെ വീട് കയറി അടിച്ചു വീഴ്ത്തുന്നതല്ല. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളെ ഇന്ത്യയിലെ ദുർബല വിഭാഗത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കത്തക്കവണ്ണം രൂപപ്പെടുത്തണം. അതിനുവേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരിലെ മുദ്രാവാക്യം വിളിക്കുന്നതിന് മുൻപ്, അവർ ശബ്ദമുയർത്തുന്നതിന് മുൻപ് ഈ രാജ്യത്ത് ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യ കണ്ട റിയൽ പൊളിറ്റിക്കൽ റവല്യൂഷൻ ആയിരുന്നു അത്. മണ്ഡലം പ്രസിഡന്റ് UK ഷാനവാസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. CK പുഷ്പരാജൻ സ്വാഗതം പറഞ്ഞു. മുൻ MLA പുനലൂർ മധു, S താജുദ്ദീൻ, അഞ്ചൽ സോമൻ, കരിക്കത്തിൽ പ്രസന്നൻ, യോഹന്നാൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മലയോര നാടിന്റെ ആഘോഷമായ കലഞ്ഞൂർ ഫെസ്റ്റിന് കാണികളുടെ തിരക്കേറുന്നു. നവംബർ 3-ന് ചലച്ചിത്ര താരങ്ങളായ നെടുമുടി വേണുവും കൽപ്പനയും വേദിയിലെത്തും. ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും നാടായ കലഞ്ഞൂരിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ട് വിനോദവും വിജ്ഞാനവുമെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നടന്നുവരുന്ന കലഞ്ഞൂർ ഫെസ്റ്റിലേക്ക് വൻ ജനപ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിപണനമേളയും അമ്യൂസ്മെന്റ് പാർക്കും പുഷ്പമേളയും അലങ്കാര മത്സ്യവും വിനോദ വിജ്ഞാന സാഹസിക ആഘോഷങ്ങൾക്കുള്ള നിരവധി സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ ക്യാമ്പുകളും കരാട്ടെ പ്രദർശനവും നൃത്തസന്ധ്യയും മാജിക് ഷോയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമെല്ലാം വിവിധ ദിവസങ്ങളിൽ നടന്നുവരുന്നു. മാജിക് ഷോയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമെല്ലാം വിവിധ ദിവസങ്ങളിലായി നടന്നുവരുന്നു. 1-ാം തീയതി 4 മണിക്ക് വാവാ സുരേഷിന്റെ പാമ്പ് പ്രദർശനവും പഠന ക്ലാസും നടക്കും. 2-ാം തീയതി മെഡിക്കൽ ക്യാമ്പ്, മതസൌഹാർദ്ദ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത നിർവഹിക്കും. 3-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ചലച്ചിത്ര താരങ്ങളായ നെടുമുടി വേണു, കൽപ്പന, ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി എന്നിവർ പങ്കുകൊള്ളും. രാത്രി 9 മണി മുതൽ പ്രശസ്ത സിനിമാ താരം കൽപ്പനയും വനിതാരത്നം വിന്നേഴ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന മെഗാ ഷോ എന്നിവ അരങ്ങേറും. കലഞ്ഞൂർ ഫെസ്റ്റ് മലയോര നാടിന് ആഹ്ലാദവും ആവേശവും പകർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രദർശനം തുടക്കം മുതൽ തന്നെ ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാഹനാപകടത്തിൽ ചികിത്സയിലായിരുന്ന CPI നേതാവ് വിളക്കുവട്ടം ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ 4-ന് വീട്ടുവളപ്പിൽ നടക്കും. CPI പുനലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം വിളക്കുവട്ടം ശ്രീരാജ് അന്തരിച്ചു. ഞായറാഴ്ച വിളക്കുവട്ടത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. NRAGS പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം, AAYF പുനലൂർ ഈസ്റ്റ് മുനിസിപ്പൽ പ്രസിഡന്റ്, AAYF പുനലൂർ മണ്ഡലം കമ്മിറ്റി അംഗം, CPI ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. വിളക്കുവട്ടം കലാഭവനിൽ പരേതനായ ചന്ദ്രശേഖരൻ നായരുടെയും രാധാമണി അമ്മയുടെയും മകനാണ് ശ്രീരാജ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വച്ച ശേഷം 4 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദളിത് സമൂഹം സംഘടിച്ച് ശക്തരാകണമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കുറവർ സമുദായ സംരക്ഷണ സമിതിയുടെ വാർഷികാഘോഷം കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് സമൂഹം പല മേഖലയിലും അവഗണിക്കപ്പെടുകയാണെന്നും അർഹമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിന് ദളിത് വിഭാഗം സംഘടിച്ച് ശക്തരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദളിത് വിഭാഗം പല സാമുദായിക സംഘടനകളായല്ല ഒരു സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടതെന്നും എന്നാൽ മാത്രമേ ഇന്നു നിലനിൽക്കുന്ന അവഗണന അവസാനിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു സമുദായമാണ് കുറവ സമുദായം എന്നതായി വിശ്വസിക്കുക. കുറവ സമുദായത്തിന്റെ
അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നേരിടുവാൻ ഇതുവരെയും കുറവ് സമുദായത്തിന് കഴിയില്ല എന്നതാണ്. സമൂഹത്തിന്റെ ഉന്നതമായ ശ്രേണികളിൽ അതുപോലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുറവ് സമുദായം കടന്നു വരുന്നത് ഇന്ന് വളരെ തുച്ഛമായിട്ടാണ്. കുറവർ സമുദായ സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. എം കെ രാഘവൻ, കെ സരസ്വതി, ജി ജോഗീന്ദർ, പാത്തല രാഘവൻ, കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജേക്കബ് വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മേയാൻ വിട്ട പശു അയൽ വീട്ടിലെ പൊട്ടക്കിണറ്റിൽ വീണു. ചടയമംഗലത്താണ് സംഭവം. 5 മണിക്കൂറത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് പശുവിനെ രക്ഷപ്പെടുത്തി. അയൽവസ്തുവിൽ മേയാൻ വിട്ട കറവ പശു പൊട്ടക്കിണറ്റിൽ വീണു. കടക്കൽ ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും നാട്ടുകാരും 5 മണിക്കൂറോളം പണിപ്പെട്ടാണ് പശുവിനെ പുറത്തെടുത്തത്. കിണറ്റിൽ കുടുങ്ങിപ്പോയ പശുവിനെ കിണറിന്റെ വശം വെട്ടിത്തുറന്നാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. ചടയമംഗലം കല്ലുമുള്ള പ്ലാക്കോട്ട വീട്ടിൽ തങ്കച്ചന്റെ കറവ പശുവാണ് കിണറ്റിൽ അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത്, ഷിജോം, സലീഷ്, മണിരാജൻ, രാമചന്ദ്രൻപിള്ള, സച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിനെതിരെ ജനകീയ സമിതി രംഗത്ത്. പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുന്നത് സ്വകാര്യ കമ്പനിയെ സഹായിക്കാനെന്നും ആക്ഷേപം ഉയരുന്നു. തെന്മല പോലീസ് സ്റ്റേഷൻ നിശ്ചിത സ്ഥലത്തു നിന്നും മാറ്റുന്നതിനെതിരെ നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചു. പ്രശ്നം മുൻപ് നിരവധി തവണ വാർത്താമാധ്യമങ്ങളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ക്യാബിനറ്റ് തീരുമാനമനുസരിച്ച് ശോചനീയാവസ്ഥയിലുള്ള തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായി. നിലവിൽ റിയ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ ഉടമസ്ഥതയിലുള്ള വാടക കെട്ടിടത്തിലാണ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് സ്റ്റേഷൻ തെന്മല മാർക്കറ്റിനടുത്തേക്ക് മാറ്റി സ്ഥാപിക്കാനും ഇതിനായി 25 സെന്റ് സ്ഥലം വിട്ടുകൊടുക്കാനും തീരുമാനിച്ചതാണ് വിവാദത്തിനിടയാക്കിയത്. റിയ എസ്റ്റേറ്റ് കൈവശം വച്ചിരിക്കുന്നത് സർക്കാർ ഭൂമിയാണെന്നും സ്റ്റേഷൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു തന്നെ പുതുക്കി പണിയണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. മുൻപ് ഇതിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്കും മന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ക്യാബിനറ്റ് തീരുമാനമെത്തിയതോടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുകയും ജനകീയ സമിതിക്ക് രൂപം നൽകാൻ നിർബന്ധിതരാകുകയുമായിരുന്നു എന്നും ജനകീയ സമിതി കൺവീനർ കെ പ്രകാശ് പറഞ്ഞു. 60 വർഷക്കാലമായി നിലനിൽക്കുന്ന സ്റ്റേഷൻ മാറ്റുന്നതിനു പിന്നിൽ വ്യക്തമായ ലോബി പ്രവർത്തിക്കുന്നുവെന്നും തീരുമാനം പിൻവലിച്ച് പഞ്ചായത്ത് സമിതി ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി ക്യാബിനറ്റ് തീരുമാനമെടുത്തുകൊണ്ടുവന്ന് തെന്മല മാർക്കറ്റ് സ്ഥലവും അതുപോലെ തന്നെ 1989 കളിസ്ഥലം ഓപ്പൺ കളിസ്ഥലമായി പ്രഖ്യാപിച്ച പൊതു മാർക്കറ്റ് സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ. ചില ലോബികളാണ് ഇതിന് പിന്നിൽ കളിക്കുന്നതെന്ന് തോന്നുന്നു. എന്നാൽ ഈ പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് 60 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നതും അതിനെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് പോലീസ് സ്റ്റേഷൻ പുതുക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെന്മലയിൽ ഒരു ജനകീയ വികസന സമിതി രൂപം കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തെന്മല ജംഗ്ഷനിൽ പഞ്ചായത്തിനെതിരെ ചില അജ്ഞാത പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യുവ എന്ന പേരിൽ പതിച്ചിരിക്കുന്ന പോസ്റ്ററിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരത്ത് ട്രാൻസ്പോർട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. തകർച്ച നേരിടുന്ന KSRTC രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്തനാപുരത്ത് ട്രാൻസ്പോർട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പത്തനാപുരം KSRTC ഡിപ്പോയിൽ നടന്ന സായാഹ്ന ധർണയിൽ CITU യൂണിയൻ പ്രസിഡന്റ് R രതീഷ് അധ്യക്ഷത വഹിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജി ജോർജ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട പൊതുജനങ്ങളുടെ, ജീവനക്കാരുടെ, തൊഴിലാളികളുടെ സമരൈക്യ പ്രസ്ഥാനങ്ങൾ ട്രാൻസ്പോർട്ട് സംരക്ഷണ സമിതി എന്ന സമിതിയുടെ കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എല്ലാ ഡിപ്പോകൾക്ക് മുന്നിലും KSRTC ഡിപ്പോകൾക്ക് മുന്നിലും ധർണാ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണവർഗത്തിന്റെ തലതിരിഞ്ഞ സമീപനമാണ് KSRTC നഷ്ടത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. AITUC നേതാവ് K വാസുദേവൻ, അജികുമാർ, പെൻഷനേഴ്സ് യൂണിയൻ നേതാവ് പട്ടാഴി ഗോപി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അരിപ്പ ആദിവാസി സമരഭൂമിയിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. വയലും വയലേലകളും കതിർമണികളും അന്യമാകുന്ന കാലത്ത് സമരഭൂമിയിൽ നട്ടുവളർത്തിയ കതിർമണികൾ 100 മേനിയാണ് വിളഞ്ഞത്. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കൃഷിഭൂമിക്ക് വേണ്ടി സമരം നടക്കുന്ന സമരഭൂമിയിലാണ് കൊയ്ത്തുപാട്ടിന്റെ ഈണങ്ങൾ അലയടിച്ച് കൊയ്ത്തുത്സവം നടന്നത്.
ഇന്നു രാവിലെ 10 മണിയോടെ അരിപ്പ സമരഭൂമിയിൽ കൊയ്ത്തുത്സവ സമ്മേളനത്തിന് ശേഷമാണ് സ്വർണ്ണ നിറമാർന്ന കതിരണിഞ്ഞ പാടത്ത് കൊയ്ത്തുപാട്ടിന്റെ ഈണവും താളവും മുഴങ്ങിക്കേട്ടത്. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ADMS സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമ കൊയ്യോന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി. ADMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് വെള്ളാറഷ്ടമൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിലാഷ് കുമാർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കിളിമാനൂർ സുരേഷ്, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളായ ഷാജി ചെമ്പകശ്ശേരി, ഉണ്ണികൃഷ്ണൻ കുളത്തൂപ്പുഴ, ഷെരീഫ്, നെടുമങ്ങാട് ശ്രീകുമാർ, രാധാകൃഷ്ണൻ, സന്തോഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കതിർ നിറഞ്ഞ പാടത്തെ കൊയ്ത്തുത്സവം ശശികല ടീച്ചർ, സഞ്ജയ് ഖാൻ, സുബിലാഷ് കുമാർ തുടങ്ങിയവർ കതിരറുത്ത് ഉദ്ഘാടനം ചെയ്തു. 100 വർഷമായി കൃഷി ചെയ്യാതെ കിടന്ന 10 ഏക്കറോളം വരുന്ന ചതുപ്പ് നിലമാണ് സമരക്കാർ കാളയും കലപ്പയുമില്ലാതെ മനുഷ്യാധ്വാനത്താൽ കൃഷിയോഗ്യമാക്കി മാറ്റിയത്. കഠിനാധ്വാനത്താൽ 10 ഏക്കർ പാടം സ്വർണ്ണ നിറമാർന്ന കതിരണിഞ്ഞത് സമരഭൂമിയെ കൂടുതൽ ആവേശത്തിലാക്കി. നെൽവയലുകൾ അപ്രത്യക്ഷമാകുന്ന കാലഘട്ടത്തിൽ കതിരണിഞ്ഞ പാടത്തെ നെൽച്ചെടികളിൽ അരിവ വച്ചപ്പോൾ കർഷകരിൽ നിന്നും ഉയർന്ന കൊയ്ത്തുപാട്ടുകൾ പഴയകാലത്തിന്റെ ഓർമ്മകൾ പുനർജനിപ്പിക്കുന്നതായിരുന്നു. നൂറുമേനി വിളവ് കൊയ്യുന്നതിന്റെ ആഹ്ലാദത്തിലും ഈ മണ്ണിന്റെ മക്കൾ പാടിയ കൊയ്ത്തുപാട്ടിലും സർക്കാരിനെതിരായ ഈരടികൾ മുഴങ്ങിക്കേട്ടിരുന്നു. സമരഭൂമിയിലെ 1800 കുടുംബങ്ങളുടെ കഠിനാധ്വാനം ഈ കൊയ്ത്തുത്സവത്തിലും ദൃശ്യമായിരുന്നു. പാടം കൊയ്യാനായി പരിചയസമ്പന്നരായ കൊയ്ത്തുകാർക്ക് ആവേശം പകർന്ന് കൊയ്ത്തുപാട്ടുകൾ ഉച്ചത്തിൽ പാടി മറ്റൊരു സംഘം, കറ്റ ചുവന്ന് കളത്തിലെത്തിക്കുവാൻ കുഞ്ഞുകുട്ടികളടക്കം മറ്റൊരു സംഘം, കറ്റ മെതിക്കാൻ പുരുഷന്മാരുടെ സംഘം, എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ഒരു വലിയ വിളവെടുപ്പ് ഉത്സവവും. ഈ കാഴ്ചകൾ 310 ദിവസമായി അരിപ്പയിൽ സമരം ചെയ്യുന്നവരുടെ കൃഷിഭൂമി എന്ന ആവശ്യത്തെ എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാക്കുന്നതായിരുന്നു. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഗണ്യമായ പങ്കുവഹിച്ചിരുന്ന കൃഷി കേരള സമൂഹത്തിൽ നിന്നും അന്യമാകുമ്പോൾ അരിപ്പയിലെ സമരഭടന്മാർ കാർഷിക അഭിവൃദ്ധിയുടെ നല്ല നാളുകൾ നമുക്ക് പങ്കുവയ്ക്കുകയാണ്. കൊയ്തെടുത്ത മലയാളിയുടെ ഇഷ്ട ഭക്ഷണ വിഭവം കറ്റക്കളത്തിൽ മെതിച്ചപ്പോൾ കൊഴിഞ്ഞു വീണ കതിർമണികൾ 310 ദിവസത്തെ സമരത്തിലൂടെ സർക്കാരിന് നൽകുന്ന മറുപടിയാണെന്ന് സമരനായകൻ ശ്രീരാമ കൊയ്യോൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. മണ്ണിൽ അധ്വാനിച്ചിരുന്ന കാർഷിക ജനതയായ ആദിമ ഗോത്ര ജനതയ്ക്ക് നഷ്ടപ്പെട്ട ഭൂമി, അതോടൊപ്പം തന്നെ സമീപ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന അതിജീവന സമരങ്ങൾ, ആ അതിജീവന സമരങ്ങൾ കേരളത്തിലെ ഭക്ഷ്യസുരക്ഷയുടെയും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഭക്ഷ്യസുരക്ഷ പോലുള്ള ബില്ല് അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മണ്ണിന്റെ അവകാശികൾക്ക് ഭൂമി ലഭിച്ചാൽ അതെങ്ങനെ സമൂഹത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും പ്രയോജനകരമാക്കി തീർക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിത്ത് തിരഞ്ഞെടുക്കുന്നതിലെ ചില അപാകതകൾ ഒഴിച്ചാൽ അരിപ്പയിലെ സമരഭൂമിയിൽ നെൽപ്പാടം 100 മേനി വിളവാണ് ഈ മണ്ണിന്റെ മക്കൾക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കൃഷിഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ കഠിനാധ്വാനത്തിലൂടെ ഞങ്ങളാണ് മണ്ണിനെ അറിയുന്നവർ, ഞങ്ങൾക്കാണ് കൃഷിഭൂമി വേണ്ടത് എന്ന് ഇവിടെ തെളിയിക്കുമ്പോൾ ഈ കഠിനാധ്വാനത്തിലൂടെയെങ്കിലും അധികാരികളുടെ കണ്ണു തുറപ്പിക്കാമെന്ന പ്രത്യാശയിലാണ് അരിപ്പയിലെ സമരക്കാർ. സ്വർണ്ണ നിറമാർന്ന കതിർമണികൾ കൊയ്തുമതിക്കുന്ന അരിപ്പയിലെ സമരഭൂമിയിൽ നിന്നും ലൈവ് വാർത്തയ്ക്ക് വേണ്ടി അഭിഷാൻ PR, അഞ്ചൽ. ചടയമംഗലം മഹാത്മാഗാന്ധി ഹൈസ്കൂളിൽ യുവജനോത്സവം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R. ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ചടയമംഗലം മഹാത്മാഗാന്ധി ഹൈസ്കൂളിലെ യുവജനോത്സവത്തിന് തുടക്കം കുറിച്ചു. ഒക്ടോബർ 30, 31 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വഞ്ചിപ്പാട്ട്, ഒപ്പന, ലളിതഗാനം, മിമിക്രി, മോണോആക്ട്സ് തുടങ്ങിയ ഇനങ്ങൾ അവതരിപ്പിച്ച കുട്ടികൾ കഴിവ് തെളിയിച്ചു. രാവിലെ 9 മണിക്ക് സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന് PTA പ്രസിഡന്റ് വടക്കതിൽ നാസർ അധ്യക്ഷത വഹിച്ചു. 2 ദിവസത്തെ യുവജനോത്സവം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. നല്ല പരിപാടികൾ, നാടകം, ഒപ്പനപ്പാട്ട്, കോൽക്കളി ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു. നാളെ 5 മണിയോടുകൂടി കലാപരിപാടികൾ അവസാനിക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ബിനു പ്രകാശ്, MGHSS പ്രിൻസിപ്പാൾ P. മോഹൻലാൽ, സൈനുലാബ്ദീൻ, ഷംസുദ്ദീൻ, മുരളി, S. പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചു. മത്സരങ്ങൾ നവംബർ 1-ന് സമാപിക്കും. HS വിഭാഗത്തിൽ വയലാർ ഗവൺമെന്റ് HS, വാളകം RVHS എന്നിവ ആദ്യ ദിനത്തിൽ ഒന്നാമതെത്തി. അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചു. 30 മുതൽ 1 വരെ തീയതികളിൽ അഞ്ചൽ ഈസ്റ്റ് HSS സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉപജില്ലയിലെ 72 സ്കൂളുകളിൽ നിന്നും 1200 കായിക താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ് അധ്യക്ഷത വഹിച്ചു. അഞ്ചൽ AEO K വിജയകുമാരി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ ചന്ദ്രമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. G വിജയൻപിള്ള, KG സാബു തുടങ്ങിയവർ സംസാരിച്ചു. കായികമേളയുടെ ഭാഗമായി നടന്ന ഉപജില്ലാ ഗെയിംസ് മത്സരങ്ങളിൽ കുളത്തൂപ്പുഴ BMG HSS ഓവറോൾ ചാമ്പ്യൻഷിപ്പും അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് HSS 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 30-ന് നടന്ന മത്സരത്തിൽ LP വിഭാഗത്തിൽ 27 പോയിന്റുമായി PPTMS 1ാം സ്ഥാനവും UP വിഭാഗത്തിൽ 29 പോയിന്റുമായി ചരിപ്പറമ്പ് UPS 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ വയലാർ ഗവൺമെന്റ് HSS, വാളകം RVHS എന്നിവ 13 പോയിന്റുമായി 1ാം സ്ഥാനം നിലനിർത്തുന്നു. മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സീനിയർ ബോയ്സിന്റെ ഹാമർ ത്രോ ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കാട്ടാനയുടെ ചിഹ്നം വിളിയിൽ വിറങ്ങലിച്ചു കഴിയുകയാണ് കുളത്തൂപ്പുഴ ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലെ 50ഓളം കുടുംബങ്ങൾ. മരണത്തെ മുന്നിൽ കണ്ട് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ജീവിത നരകയാതന അനുഭവിക്കുന്ന കോളനി നിവാസികളുടെയും ചിഹ്നം വിളിച്ചോടുന്ന കാട്ടാനകളുടെയും ഇടയിലൂടെ ലൈവ് വാർത്ത അഞ്ചൽ റിപ്പോർട്ടർ PR അഭിഷാനും ക്യാമറാമാൻ നിസാം അമ്മാസും നടത്തിയ സാഹസിക യാത്ര. കാട്ടാനകളുടെ ചിഹ്നം വിളിയിൽ നടുങ്ങിക്കഴിയുന്ന കുളത്തൂപ്പുഴ പെരുവഴിക്കാല ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലെ 50ഓളം കുടുംബങ്ങളുടെ പേടി സ്വപ്നമായി മാറിയ കാട്ടാനകളുടെ പരാക്രമത്തിലേക്ക് ഞങ്ങൾ ക്യാമറ തിരിക്കുകയാണ്. മാസങ്ങളായി കാട്ടാനകളെ ഭയന്ന് ഞെട്ടലോടെയാണ് പെരുവഴിക്കാല ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലെ 50ഓളം കുടുംബങ്ങളെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പെരുവഴിക്കാലയിലേക്ക് യാത്ര തിരിച്ചത്. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തു നിന്നും 5 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാണ് ഞങ്ങൾ പെരുവഴിക്കാലയിലെത്തിയത്. പാതിവഴിയിൽ എത്തിയപ്പോൾ തന്നെ ആനകളുടെ സാമീപ്യം മനസ്സിലാക്കിയ ഞങ്ങൾ പാതയോരത്ത് കണ്ട വഴിയാത്രക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. വിവരങ്ങൾ തിരക്കിയെറിഞ്ഞപ്പോൾ മനസ്സിലായത് മാസങ്ങൾക്ക് മുമ്പ് ആനകളുടെ അക്രമത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി പ്രാണരക്ഷാർത്ഥം ഓടി കാലൊടിഞ്ഞ ഒരു യുവാവാണ് ഇയാളെന്നാണ്. കാട്ടാനകളെ ഭയന്ന് ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരെയുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ സ്കൂളിൽ പോയിട്ട് ആഴ്ചകൾ പിന്നിടുന്നതായാണ് പെരുവഴിക്കാല നിവാസികൾ പറയുന്നത്. നമ്മുടെ പെരുവഴിക്കാല സെറ്റിൽമെന്റ് കോളനിയിലേക്ക് പോകാനുള്ള വഴിയിൽ ആനയാണെങ്കിൽ സ്ഥിരമായിട്ട് ആന ഇറങ്ങി ഇങ്ങനെ ശല്യമാണ്. അങ്ങനെ ജനങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ പിള്ളേരാണെങ്കിൽ മാസങ്ങളോളമായി സ്കൂളിൽ പോകാതെ വീട്ടിലാണ് ഇരിപ്പാണ്. കണക്ക് തന്നെ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ കാട്ടിനുള്ളിൽ നിന്ന് ടൗണിലൊക്കെ പോകണമെങ്കിൽ 5 കിലോമീറ്ററോളം പുറത്തോട്ട് ഇറങ്ങി പോകണം. എന്നാൽ എന്തെങ്കിലും സാധനം വേണമെങ്കിലും മേടിക്കേണ്ട, ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെയും 5 കിലോമീറ്റർ കാട്ടിനകത്തൂടെ നടന്നു പോകണം. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ ആനയെ കാരണം. മാസങ്ങളായി പെരുവഴിക്കാല നിവാസികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്ന കാട്ടാനകൾക്ക് സമീപത്തേക്ക് അല്പം സാഹസമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത്. ക്യാമറ കണ്ണുകളുമായി കാട്ടിനുള്ളിലേക്ക് നടന്നുകയറിയ ഞങ്ങൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ആനകളുടെ വിനോദത്തിൽ കടപുഴകി വീണ വൻമരങ്ങളുടെയും മരച്ചില്ലകളുടെയുമെല്ലാം കാഴ്ചകൾ ഞങ്ങളെയും ഞെട്ടിച്ചു. പേടിയോടെയെങ്കിലും പെരുവഴിക്കാലയിലേക്കുള്ള നടവഴികളിലൂടെ സഞ്ചരിച്ച ഞങ്ങൾ കണ്ടത് 10ഓളം കാട്ടാനകൾ കാടിളക്കി താണ്ഡവമാടുന്ന കാഴ്ചകളാണ്. ആനകളുടെ പരാക്രമങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിനിടയിൽ കാട്ടാനകൾ ഞങ്ങളെയും വിരട്ടി ഓടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. സുരക്ഷിതമെന്ന് തോന്നിയ കേന്ദ്രങ്ങളിൽ മറഞ്ഞുനിന്ന ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ട് തന്നെ ആനകൾ അവരുടെ ജോലികളിൽ മുഴുകി. വൻമരങ്ങൾ കുത്തിക്കീറിയും മുളങ്കാടുകൾ ഒടിച്ചുമെതിച്ചും ചിലതൊക്കെ ഭക്ഷിച്ചും നേരിൽ കണ്ടാൽ ഭയം തോന്നിക്കുന്ന കാട്ടാനകളുടെ പരാക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആനകളുടെ ഈ പരാക്രമങ്ങൾക്കു നടുവിൽ കാട്ടിനുള്ളിൽ പെട്ടുപോയ പെരുവഴിക്കാലയിലെ 50-ൽ പരം കുടുംബങ്ങൾ ജീവിത ഭീതിക്കൊപ്പം ഇന്ന് പട്ടിണിയുടെ വക്കിലും എത്തി നിൽക്കുകയാണ്. ഇവിടെ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങളിൽ ഏറിയ തോതും ഓയിൽ പാം തോട്ടങ്ങളിലെ തൊഴിലാളികളാണ്. കിലോമീറ്ററുകൾ അകലെയുള്ള എണ്ണപ്പനത്തോട്ടങ്ങളിലേക്ക് ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ ആനയെക്കുറിച്ച്
കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ എണ്ണപ്പന ഓയിൽ ഫാമിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ മിക്കവാറും ഉള്ളത്. അവർക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുള്ള എന്താണെന്ന് വെച്ചാൽ സർക്കാർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാട്ടാനക്കൂട്ടങ്ങൾ പേടിസ്വപ്നമായി മാറി പെരുവഴിക്കാലയിലെ ആദിവാസി കോളനി നിവാസികളുടെ ജീവിതം ഭീതിയുടെ നിഴലിലാകുമ്പോഴും പെരുവഴിക്കാലയിലേക്കുള്ള പാതയോരങ്ങളിലും താമസ സ്ഥലങ്ങൾക്ക് ചുറ്റും സംരക്ഷിത വേലികൾ സ്ഥാപിച്ച് ഇവരുടെ ജീവന് സുരക്ഷിതത്വം നൽകുന്നതിന് വനംവകുപ്പോ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റോ ശ്രമിക്കുന്നില്ല എന്നത് ഈ കോളനി നിവാസികളെ കൂടുതൽ സങ്കടത്തിലാക്കുകയാണ്. കാട്ടാനകളുടെ ചിഹ്നം വിളിയിൽ നടുങ്ങിക്കഴിയുന്ന ഇവരെ കാട്ടാനകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകാതെ വന്നാൽ ജീവന് ഭീഷണിയാകുന്ന കാട്ടാനകളിൽ നിന്നും രക്ഷ നേടുവാൻ വീടും കൂടും കൃഷിയിടങ്ങളുമെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടുന്ന അവസ്ഥയിലാണിവർ. കാട്ടാനകളുടെ പരാക്രമണത്തിന് നടുവിലും ഞെട്ടലോടെ കഴിയുന്ന പെരുവഴിക്കാല നിവാസികൾ കാട് വിട്ടുപോകുവാൻ മനസ്സില്ലാത്തവരാണ്. ഈ കാടിന്റെ മക്കളുടെ ജീവിതം കാടിനൊപ്പം തന്നെ ആയതിനാൽ മാത്രമാണ് പെരുവഴിക്കാലയിലെ ആദിവാസി സമൂഹം ജീവന് ഭീഷണിയായിട്ടും കാട് വിട്ടുപോകുവാൻ തയ്യാറാകാത്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ പ്രചരണാർത്ഥമുള്ള ദീപശിഖ റാലി തെന്മലയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. പുനലൂരിൽ സ്വീകരണം നൽകി. ദളിത് സമൂഹം സംഘടിച്ച് ശക്തരാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ആദിവാസി സമരഭൂമിയിൽ 100 മേനി വിളവ് കൊയ്ത് കതിർമണിയുടെ മഹത്വം വിളിച്ചോതുന്നു അരിപ്പയിലെ ആദിവാസി സമരക്കാർ. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.